കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0. IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ MA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ കോർ പേപ്പർ ആയ MHI 106 എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസ് എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. സോ നമ്മൾ പല വർഷങ്ങളിലായിട്ടുള്ള MHI 106ന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻ ഡെപ്തായി അനലൈസ് ചെയ്തതിന് ശേഷം ഇത്തവണ 2025 ഡിസംബർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, എക്സാമിന് ഏത് പാറ്റേണിലാണ് യൂഷ്വലി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഏതൊക്കെ ബ്ലോക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡോക്യുമെന്റ് റോഡ് മാപ്പ് നോക്കാം. ഡോക്യുമെന്റ് റോഡ് മാപ്പ് മീൻസ് നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതിൽ തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. ഈ ഒരു സിലബസ് മാപ്പിങ്ങിലൂടെ നമ്മൾ ഓരോ ബ്ലോക്കിലും ഉൾപ്പെടുന്ന ഓരോ യൂണിറ്റിലെയും ഏറ്റവും കീ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ആ ടോപ്പിക്കുകൾക്ക് തന്നെ എത്രത്തോളം റെലവെന്റ് ആണ്. റെലവെന്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്, മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്, ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്. സോ ഇവിടെ ഓരോ യൂണിറ്റും എത്രത്തോളം റെലവെന്റ് ആണ് എന്ന് നമ്മൾ കണക്കാക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നും എത്ര തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നു എന്നതിന്റെ ഒരു ബേസിലാണ്. ഓക്കെ, ഇത് സിലബസ് മാപ്പിംഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നടത്തുന്നത്. എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ലോങ് ആൻസേഴ്സ് ആയിട്ടും ഷോർട്ട് നോട്ട് ഒക്കെ ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടോ, അതിൽ ഇന്റേണൽ ചോയ്സ് ട്രെൻഡ്സ് എങ്ങനെയാണ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തപ്പം പല വർഷങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ സെഷൻസിലും ചോദിക്കുന്ന ചില ടോപ്പിക്സും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അത് തന്നെ ഓരോ ടോപ്പിക്കിനും എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അതിനുശേഷം മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്. ഈ ഒരു പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം IGNO എക്സാം നടത്തുന്ന അതേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ തന്നെ ഒരു 3 hours വെച്ചിട്ട് 100 മാർക്കിൽ നമ്മൾ 2 സെക്ഷനിലായിട്ട് സെക്ഷൻ 1 സെക്ഷൻ 2 എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഈ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിന്റെ ആൻസേഴ്സ്, അതായത് ഓരോ ക്വസ്റ്റ്യനും ഏത് രീതിയിൽ ആൻസർ ചെയ്യണം, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഏതൊക്കെ കീ പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ലേൺവൈസ് ആപ്പിൽ ഈ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിന്റെ ആൻസേഴ്സ് മോഡൽ ആൻസേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതെല്ലാവരും ചെക്ക് ചെയ്യാം. നമ്മൾ മെത്തഡോളജി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻഡെപ്ത് ആയിട്ട് തന്നെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതും. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലും ഇനിയും നിങ്ങൾ കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാനും ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇനിയും ഏരിയാസ് നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സിലബസ് മാപ്പിംഗിലേക്ക് കിടക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. സോ ഇവിടെ നിങ്ങൾക്ക് എക്സ് ആക്സിസിലായിട്ട് നമ്മളുടെ ബ്ലോക്സും
Y ആക്സിസിലായിട്ട് ഈ ബ്ലോക്സിൽ നിന്നൊക്കെ എക്സാമിന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതും കാണാൻ പറ്റും. സോ ഈ ഒരു ബാർ ചാർട്ട് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 2-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1-ൽ നിന്നും ബ്ലോക്ക് 2 കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1-ൽ നിന്നാണ്. ദെൻ 3 ആയാലും 4-നായാലും 7-നായാലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 5, ബ്ലോക്ക് 6, ബ്ലോക്ക് 8-ൽ നിന്നാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഒരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ഒരു ടേബിളിൽ എത്രത്തോളം ഓരോ ടോപ്പിക്കുകളും റെലവെന്റ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 റീകൺസ്ട്രക്ടിങ് ഏൻഷ്യൻ സൊസൈറ്റി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സോഴ്സസ് ആണ്. ഇതില് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോഴ്സസ് എന്ന് പറയുന്നത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ബ്ലോക്ക് 1-ലെ തന്നെ യൂണിറ്റ് 1-ലെ തന്നെ മറ്റൊരു ടോപ്പിക് ആണ് ആർക്കിയോളജി. ലോ റെലവെന്റ് ആണ്, 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 1-ലെ തന്നെ മറ്റൊരു ടോപ്പിക് ആണ് എപ്പിഗ്രഫി ആൻഡ് ന്യൂമിസ്മാറ്റിക്സ്. ഇതും ലോ റെലവെന്റ് ആണ്, 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 2 കോൺസെപ്റ്റ്സ് ആൻഡ് കാറ്റഗറീസിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 2-ലെ തന്നെ കാറ്റഗറീസ് എന്ന് പറയുന്ന ടോപ്പിക് ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. യൂണിറ്റ് 3 ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് അതർ കാൽക്കോളിത്തിക് കൾച്ചേഴ്സ്. ഇതിൽ ഹാരപ്പൻ കൾച്ചർ എന്നുള്ള ടോപ്പിക് ലോ റെലവെന്റ് ആണ്, 1 തവണ മാത്രമാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 3-ലെ തന്നെ എക്സ്റ്റെന്റ് ആൻഡ് ക്രോണോളജി എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. യൂണിറ്റ് 3-ലെ തന്നെ അർബാനിസം എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. ദെൻ യൂണിറ്റ് 3-ലെ തന്നെ ഇക്കോണമി എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. ദെൻ യൂണിറ്റ് 3-ലെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക് മീഡിയം റെലവെന്റ് ആണ്, ഏകദേശം 7 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 3-ലെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 1-ലെ തന്നെ യൂണിറ്റ് 4-ൽ നിന്നുള്ള ഡെക്കാൻ ആൻഡ് സെൻട്രൽ ഇന്ത്യ എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. യൂണിറ്റ് 4-ലെ തന്നെ നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. യൂണിറ്റ് 5-ലെ പെയിന്റഡ് ഗ്രേ വെയർ ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 5-ലെ തന്നെ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയറും ലോ റെലവെന്റ് ആണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. ദെൻ യൂണിറ്റ് 5-ലെ തന്നെ മെഗാലിത്സ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. ദെൻ യൂണിറ്റ് 5-ലെ അയൺ ഏജ് കൾച്ചേഴ്സിലെ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളത് മീഡിയം റെലവെന്റ് ആണ്, 7 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 5-ലെ തന്നെ ഇക്കോണമി എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്, അയൺ ഏജ് കൾച്ചേഴ്സിലുള്ള ഇക്കോണമി എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. ദെൻ യൂണിറ്റ് 5-ലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ, അതും മീഡിയം റെലവെന്റ് ആണ്, 7 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 6-ലെ ഏർലി വേദിക് ലോ റെലവെന്റ് ആണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. യൂണിറ്റ് 6-ലെ തന്നെ ലേറ്റർ വേദിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. യൂണിറ്റ് 6-ലെ തന്നെ വർണ്ണ ആൻഡ് ജാതി എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. ദെൻ യൂണിറ്റ് 7-ലെ ഡെക്കാൻ മെഗാലിത്സ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 7-ലെ എമർജൻസ് ഓഫ് ബുദ്ധിസ്റ്റ് സെൻട്രൽ ആൻഡ് പെനിസുലാർ ഇന്ത്യ, ഇതിലെ സ്പ്രെഡ് ഓഫ് ബുദ്ധിസം എന്നുള്ളത് ലോ റെലവെന്റ് ആണ്, 3 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. യൂണിറ്റ് 7-ൽ തന്നെ ട്രേഡ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക് ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 7-ലെ തന്നെ പെനിസുലാർ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് ലോ റെലവെന്റ് ആണ്, 4 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 8-ല് മഹാജനപദാസ് ആൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ ആണ്, അതിൽ ജനപദാസ് ടു മഹാജനപദാസ് എന്ന് പറയുന്നത് ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 8-ലെ തന്നെ മറ്റൊരു ടോപ്പിക് ആണ് കിങ്ഡംസ് ആൻഡ് റിപ്പബ്ലിക്സ്, ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 9 മൗര്യൻ സൊസൈറ്റിയിലെ സോഴ്സസ് എന്നുള്ളത് ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 9-ൽ തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 10 പോസ്റ്റ് മൗര്യൻ ഇക്കോണമി ആൻഡ് സൊസൈറ്റി ആണ്, ഇതിൽ ക്രാഫ്റ്റ് ആൻഡ് ഗിൽഡ് എന്നുള്ളത് ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 10-ലെ തന്നെ അർബൻ സെന്റേഴ്സ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 11-ലെ ലാൻഡ് ഗ്രാൻസ് എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 11-ലെ തന്നെ പെസൻട്രി എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല.
ദെൻ യൂണിറ്റ് 12 കാസ്റ്റ് ആൻഡ് ക്ലാൻ എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 12 തന്നെ ട്രൈബ് ആൻഡ് പെസൻട്രി എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 13 മാർക്കറ്റ്സ് ആൻഡ് ടൗൺസ് എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 14 എൻഡോമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 15 സെക്സ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 16 സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് യൂണിറ്റിന്റെ നെയിം. അതിൽ സുൽത്താനേറ്റ് എന്നുള്ളത് ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 16 തന്നെ മുഗൾ പൊളൈറ്റി എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 17 അർബൻ സൊസൈറ്റി ആണ്, അതിൽ ക്രാഫ്റ്റ് ആൻഡ് ഗിൽഡ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 17 തന്നെ മെർസന്റൈൽ ഗ്രൂപ്പ്സ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 18 അഗ്രാരിയൻ സ്ട്രക്ചറും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 18 തന്നെ ദ റൂറൽ സൊസൈറ്റി ആൻഡ് ദ ലാർജർ വേൾഡ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 18 തന്നെ റൂറൽ സൊസൈറ്റി ഡെക്കാൻ എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 18 തന്നെ കോമ്പോസിഷൻ ഓഫ് ദ റൂറൽ സൊസൈറ്റി ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 18 തന്നെ ലാൻഡ് ആൻഡ് സോഷ്യൽ ഹൈറാർക്കി ഇൻ ദ റൂറൽ സൊസൈറ്റി എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. ദെൻ യൂണിറ്റ് 18 തന്നെ ദ വില്ലേജ് കൗൺസിൽ എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെയും എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 18 തന്നെ ദ വില്ലേജ് സെർവൻസ് ഡെക്കാൻ എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 18 തന്നെ കോമ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 18 തന്നെ സർവീസസ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് ബലൂത്തേദാസ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ഇനി നമ്മൾ യൂണിറ്റ് 8 തന്നെ മറ്റൊരു ടോപ്പിക് ആണ് സ്റ്റാറ്റസ് ഓഫ് ബലൂത്തേദാസ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. യൂണിറ്റ് 18 മറ്റൊരു ടോപ്പിക് ആണ് അതർ വില്ലേജ് സെർവൻസ്, ഇതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 18 തന്നെ റൂറൽ സെർവൻസ് ആൻഡ് ഡിബേറ്റ്സ് എന്നുള്ളത് ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 18 മറ്റൊരു ടോപ്പിക് ആണ് റൂറൽ സൊസൈറ്റി സൗത്ത് ഇന്ത്യ, ഇതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 19 പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അത് ലോ റെലവെന്റ് തന്നെയാണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 19 തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ഇനി നമ്മൾ യൂണിറ്റ് 20 സ്റ്റാറ്റസ് ആൻഡ് ഏജൻസി എന്ന് പറയുന്ന ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 21 ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 22 ലാൻഡ് റവന്യൂ ആൻഡ് സൊസൈറ്റി എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 23 അർബനൈസേഷൻ സിറ്റീസ് ആൻഡ് ലേബർ എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 24 സോഷ്യൽ റിഫോം എന്നുള്ളതിലെ ഐഡിയാസ് ആൻഡ് മൂവ്മെന്റ്സ് എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 25 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 26 ഡിബേറ്റ്സ് ആൻഡ് ലോസ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 27 ഫോംസ് ആൻഡ് റീജിയൻസ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 28 വർക്കിംഗ് ക്ലാസ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 29 പോളിസി ആൻഡ് സൊസൈറ്റി എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 30 ഐഡന്റിറ്റീസ് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 31 ഇൻഡിഗോ ആൻഡ് ഡെക്കാൻ റൈറ്റ്സ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 31 സാന്താൾ റിവോൾട്ടും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 31 തന്നെ മുണ്ട അപ്രൈസിംഗ്സും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 31 തന്നെ മോപ്ല അപ്രൈസിംഗ്സും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 31 കിസാൻ സഭാസും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. ദെൻ യൂണിറ്റ് 32 സ്റ്റഡിയിങ് ട്രൈബ്സ് അണ്ടർ കൊളോണിയലിസം എന്നുള്ളതില് കോൺസെപ്റ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷനും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 32 തന്നെ ട്രൈബ്സ് ആൻഡ് ദെയർ കൊളോണിയൽ റൂളേഴ്സ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. യൂണിറ്റ് 33 കൊളോണിയൽ ഫോറസ്റ്റ് പോളിസി ലോ റെലവെന്റ് ആണ്, 2 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 33 തന്നെ പ്ലെയിൻ ഹിൽ ബൈനറി എന്നുള്ളതും ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല.
ദെൻ യൂണിറ്റ് 33-ലെ തന്നെ അർബനൈസേഷൻ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക് ലോ റെലവെന്റ് ആണ്, ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല. സോ നമ്മൾ ഈ ഒരു ടോപ്പിക്സിന്റെ റെലവൻസ് നമ്മൾ നിർണ്ണയിക്കുന്നത് അത് എത്ര തവണ എക്സാമിന് അപ്പിയർ ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇവിടെ ഒരു ഹൈലി റെലവെന്റ് ആണ് ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ അത് 10 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തവണ അപ്പിയർ ചെയ്തിരിക്കണം. ഇനി മീഡിയം റെലവെന്റ് ആണെന്ന് പറയുമ്പോൾ ഒരു 5 to 9 ടൈംസ് എങ്കിലും അത് അപ്പിയർ ചെയ്തിരിക്കണം. ലോ റെലവെന്റ് എന്ന് പറയുമ്പോഴോ ഒരു 5-ൽ കുറവ് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക്സിനെയാണ് നമ്മൾ ലോ റെലവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൊരു ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ഉണ്ട്. അതിൽ 3 വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ ഹാരപ്പൻ എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തേത് സോഷ്യൽ സ്ട്രക്ചർ അയേൺ ഏജ്, മൂന്നാമത്തേത് സോഷ്യൽ സ്ട്രക്ചർ അയേൺ ഏജ് എന്നുള്ളത് തന്നെയാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് പല സെഷൻസിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ്. കാരണം ഇത് ഒരു അർബാനിസം, സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ ചേഞ്ച്, ഇതിനൊക്കെ എന്താണ് നമുക്കൊരു ലിങ്ക് ചെയ്യാൻ പറ്റും ഈ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളത്. സോ ഇത് ലോങ് ആൻസർ ആയിട്ടും അതുപോലെ തന്നെ കമ്പയർ ചെയ്യുന്ന കോൺടെസ്റ്റിലൊക്കെ ഇത്തരം ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അപ്പം എക്സാമിന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്? നോർമലി 2 ടൈപ്പിലാണ് ചോദിക്കുക, എസ് എ ആൻഡ് ഷോർട്ട് നോട്ട്. എസ് എന്ന് പറയുന്നത് നമ്മൾ 500 വേർഡ്സിലാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 20 മാർക്ക് ആയിരിക്കും ഒരു എസ് എക്ക് ഉണ്ടാവുക. ഓൾമോസ്റ്റ് എല്ലാ സെഷൻസിലും ഈ ഒരു എസ് എ നമുക്ക് കാണാൻ പറ്റും. എസ് എ കോമൺ ആയിട്ട് പറയാം, നമുക്ക് എസ് എക്ക് കോമൺ ആയിട്ട് എന്താണ് ഈക്വൽ മാർക്കാണ് എല്ലാ എസ് എക്കും ഉണ്ടാവുക, 20 മാർക്കാണ് ഉണ്ടാവുക. ദെൻ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഷോർട്ട് നോട്ട് ആണ്. ഇപ്പൊ 2 ഷോർട്ട് നോട്ട് ആയിരിക്കും ഉണ്ടാവുക. 250 വേർഡ്സിലാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 2 ഷോർട്ട് നോട്ടും കൂടി ഏകദേശം 500 വേർഡ്സിലാണ് നമ്മൾ എഴുതി തീർക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയ സമയത്ത് നമ്മളുടെ ഹിസ്റ്ററി പേപ്പറിൽ കേസ് സ്റ്റഡീസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. മെയിൻലി എസ് എ ആൻഡ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഹിസ്റ്ററി പേപ്പറിൽ ഉണ്ടാവാറ്. സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എസ് എ ആണ്. അപ്പം എസ് എയിൽ നമുക്ക് പ്രധാനമായിട്ടും എത്രയാണ് 500 വേർഡ്സിലാണ് നമ്മൾ അത് എഴുതേണ്ടത്. ടോട്ടലി 20 മാർക്കാണ് നമുക്ക് വരാം. സോ ഇവിടെ നമ്മൾ എസ് എ എഴുതുന്ന സമയത്ത് എക്സാമിനറെ നമുക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളതാണ് നോക്കുന്നത്. അതായത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സസ് ചേർത്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ, അതായത് ഈ സോഴ്സസിനെ സിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, കോൺസെപ്റ്റുകളെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആൻഡ് അതിനൊരു സീക്വൻസ്ഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ. അതോടൊപ്പം തന്നെ ഹിസ്റ്റോറിയോഗ്രഫിയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുമ്പോൾ ചരിത്രകാരന്മാരുടെ വ്യൂസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അപ്പം ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എസ് എ എഴുതേണ്ടത്. സോ ഇവിടെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ അതിന്റെ മെയിൻ ബോഡിയാണ്. മെയിൻ ബോഡി എഴുതുന്ന സമയത്ത് തന്നെ സബ് ഹെഡിങ്സ് കൊടുത്തിരിക്കണം. കോസസ്, ഫീച്ചേഴ്സ്, ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ സബ് ഹെഡിങ്സ് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ ഒരു ഫൈനലായിട്ട് ഒരു കൺക്ലൂഷനും കൂടി ഇതിൽ ആഡ് ചെയ്യണം. നമ്മൾ ഏതൊരു ആർഗ്യുമെന്റ് പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് ടെക്സ്റ്റുകളാവാം, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് ആവാം, അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസും ആവാം. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് 250 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഒരു ഷോർട്ട് നോട്ടിന് 10 മാർക്ക് വീതമാണ്. സോ ഇവിടെ നമ്മൾ ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുക. പിന്നെ അത് ഏതൊരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏതൊരു പ്രദേശം കേന്ദ്രീകരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ദെൻ അതിന്റെ ഒരു 2 കീ ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക. ദെൻ അതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ കമ്പാരിസണും കൂടി ആഡ് ചെയ്യുക. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷോർട്ട് നോട്ട് എഴുതേണ്ടത്. ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസും ഡേറ്റ്സും ഒക്കെ വളരെ ആക്യുറേറ്റ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പാക്കുക. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക.
നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. സോ ഇവിടെ നമ്മൾ ജൂൺ 2025, ഡിസംബർ 2024, ജൂൺ 2024, ഡിസംബർ 2023, ജൂൺ 2023 ഇങ്ങനെ 5 സെഷൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര പെർസെന്റേജ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ ഇവിടെ ബ്ലോക്ക് 1 നോക്കുന്ന സമയത്ത് 25.3% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 1 നിന്നും ഈ 5 സെഷൻസിൽ ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് 25.3 തന്നെയാണ്. ദെൻ ബ്ലോക്ക് 2 നിന്നും 15.8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 15.8 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. ദെൻ ബ്ലോക്ക് 3 നിന്നും 2% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ആവറേജ് മാർക്ക് 2 ആണ്. ബ്ലോക്ക് 4 നിന്നും 19.3% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 19.3 ആണ് ആവറേജ് മാർക്ക്. ബ്ലോക്ക് 5 നിന്നും 13.8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 13.8 ആണ് ആവറേജ് മാർക്ക്. ബ്ലോക്ക് 6 നിന്നും 5.4% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ആവറേജ് മാർക്ക് 5.4 ആണ്. ബ്ലോക്ക് 7 നിന്നും 12.3% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 12.3 ആണ് ആവറേജ് മാർക്ക്. ദെൻ ബ്ലോക്ക് 8 നിന്നും 6.2% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 6.2 ആണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. ഇതിന് തന്നെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസംബർ 2021 മുതൽ ഡിസംബർ 2023 വരെ എസ്സേസ് ഒരു 80% ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025 എത്തുമ്പോൾ ഈ എസ്സേസ് ഉണ്ടാവുന്നു 100% വരുന്നുണ്ട്. അതായത് എസ്സേസ് വീണ്ടും ഫുൾ എന്താണ് എസ്സേസ് ആയി ചോദിക്കാൻ എന്നുള്ളതാണ്. ദെൻ നമ്മളിപ്പോ ഈ ഒരു ഷോർട്ട് നോട്ട് നോക്കുകയാണെങ്കിൽ ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2023 എസ് ഒരു 20% ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025 എത്തുമ്പോൾ എസ്സേസ് എന്താവുന്നില്ല, ചോദിക്കുന്നില്ല. അതിന് 0% ആണ് ഷോർട്ട് നോട്ട്സ്, എസ്സേ അല്ല ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നത്. സോ ഇവിടെ പിന്നെ ജൂൺ 2024 മുതൽ ഷോർട്ട് നോട്ട്സ് ഡിസപ്പിയർ ആവാണ്. പിന്നീട് അങ്ങോട്ട് മൊത്തം എസ്സേസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ലോങ് എസ്സേസ് ആണ് ഈ ഒരു പേപ്പറിൽ. ഇപ്പം പുതിയൊരു നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയ സമയത്ത് ലോങ് എസ്സേസ് ആണ് മെയിൻലി ചോദിക്കുന്നത്. 0% ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഫ്രണ്ട് ലോഡഡ് വെയിറ്റ്, ഇവിടെ നമ്മൾ ഒരു വെയിറ്റേജ് വരുന്ന 2 ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 4 ആണ്. അപ്പം ഈ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 4 നിന്നും നമുക്ക് തീർച്ചയായിട്ടും എന്താണ് സ്ട്രോങ് എസ്സേ നമുക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം 2 സ്ട്രോങ് എസ്സേ പ്രതീക്ഷിക്കാവുന്ന ബ്ലോക്സ് ആണ് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 8 എന്നുള്ളത്. ദെൻ ബ്ലോക്ക് 7 ആൻഡ് ബ്ലോക്ക് 8 നിന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ യൂഷ്വലി ആയിട്ട്, അതായത് എല്ലാ സെഷൻസിലും അങ്ങനെ ചോദിക്കാറില്ല. ഏതെങ്കിലുമൊക്കെ സെഷൻസിലാണ് ചോദിക്കാറുള്ളത്. പ്രധാനമായിട്ടും കൊളോണിയൽ, ട്രൈബൽ, ഫോറസ്റ്റ് പോലീസിനെ കുറിച്ചുള്ള എസ്സേസ് ഒക്കെയാണ് ഈ ബ്ലോക്സിൽ നിന്നും ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ടിപ്പാണ്. ടോട്ടൽ നമുക്ക് 3 hours ആണ്. അതിൽ 100 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ഇതിൽ നമ്മൾ 5 essay ആണല്ലോ എഴുതേണ്ടത്. സോ 5 essayക്ക് ഓരോ essayക്കും 36 minutes വീതമാണ് നിങ്ങൾ അലോട്ട് ചെയ്യേണ്ടത്. അതിൽ 36 minutes ആണ് ഓരോ essayക്കും കൊടുക്കേണ്ടത്. അതിൽ ഒരു essay എഴുതുന്ന സമയത്ത് നിങ്ങൾ 6 minute ഔട്ട്ലൈനും 26 to 27 minute essay എഴുതുന്നതിന് വേണ്ടിയിട്ടും ദെൻ ലാസ്റ്റ് ഒരു 3 to 4 minute അതിന്റെ ബാക്കി എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയല്ലേ, അതൊരു പോളിഷ് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഷോർട്ട് നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 36 minutes നിങ്ങൾ എന്താക്കുക, 2 ഷോർട്ട് നോട്ടിന് കൂടി അലോട്ട് ചെയ്യുക. ഒരു ഷോർട്ട് നോട്ടിന് 18 minute വീതം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 4 ആണ്. പിന്നെ ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 5. ഫൈനലായിട്ട് വരുന്നതാണ് ബ്ലോക്ക് 7 ആൻഡ് ബ്ലോക്ക് 8. നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ടെമ്പിൾ ആൻഡ് ഇറ്റ്സ് റോൾ, 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് ക്ലാസ്, ഇതും 2 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തേത് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ റിഫോം ദാറ്റ് ഷേപ്ഡ് ദ വിമൻസ് ക്വസ്റ്റ്യൻ ആൻഡ് വൈഡൻ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, 1 തവണയാണ് ചോദിച്ചത്.
Fourth one, spread of Buddhism in Central and Peninsular India. Discuss. ഒരു തവണയാണ് ചോദിച്ചത്. Then fifth one, introduction of iron and its implications. Critically examine. ഒരു തവണയാണ് ചോദിച്ചത്. Then sixth one, spread of Buddhism in Central and Peninsular India. ഷോർട്ട് നോട്ട് ആയിട്ടായിരുന്നു ചോദിച്ചത്. ഒരു തവണയെ ചോദിച്ചിട്ടുള്ളൂ. Then seventh one, changing role of women in the colonial period. Comment. ഒരു തവണയാണ് ചോദിച്ചത്. Then eighth one, various aspects of Buddhism in Central and Peninsular India. Examine. ഒരു തവണയാണ് ചോദിച്ചത്. Then ninth one, archaeological evidence for Paleolithic societies. Examine. ഒരു തവണയാണ് ചോദിച്ചത്. Then 10th one, sources for studying ancient societies, constructing the past with anthropological data. ഒരു തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഈ യൂണിറ്റ് 15 എന്നുള്ള ടെമ്പിൾ ആൻഡ് ഇറ്റ്സ് റോൾ എന്നുള്ള ക്വസ്റ്റ്യന് ആവറേജ് മാർക്ക് 10 ആയിരുന്നു, 2 തവണ അപ്പയർ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 27 ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് ക്ലാസ് എന്നുള്ള ടോപ്പിക്കിന് ആവറേജ് മാർക്ക് 10 ആയിരുന്നു, 2 തവണയായിരുന്നു അപ്പയർ ചെയ്തിട്ടുള്ളത്. Then യൂണിറ്റ് 29 ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ റിഫോം ദാറ്റ് ഷേപ്ഡ് ദ വിമൻസ് ക്വസ്റ്റ്യൻ ആൻഡ് വൈഡൻ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതിന് ആവറേജ് മാർക്ക് 20 ആയിരുന്നു, ഒരു തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. Then യൂണിറ്റ് 7 ഡിസ്കസ് ദ സ്പ്രെഡ് ഓഫ് ബുദ്ധിസം ഇൻ സെൻട്രൽ ആൻഡ് പെനിൻസുലാർ ഇന്ത്യ എന്ന ക്വസ്റ്റ്യന് 20 ആയിരുന്നു ആവറേജ് മാർക്ക്, ഒരു തവണയാണ് ചോദിച്ചത്. യൂണിറ്റ് 5 ക്രിറ്റിക്കലി എക്സാമിൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അയൺ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് എന്നുള്ളതിന് ആവറേജ് മാർക്ക് 20 ആയിരുന്നു, ഒരു തവണയാണ് ചോദിച്ചത്. Then യൂണിറ്റ് 7 സ്പ്രെഡ് ഓഫ് ബുദ്ധിസം ഇൻ സെൻട്രൽ ആൻഡ് പെനിൻസുലാർ ഇന്ത്യ ഷോർട്ട് നോട്ട് ആയിട്ടാണ് ചോദിച്ചത്. ഇതിന്റെ ആവറേജ് മാർക്ക് 10 ആയിരുന്നു, ഒരു തവണയാണ് അപ്പയർ ചെയ്തത്. Then യൂണിറ്റ് 29 കമന്റ് ഓൺ ദ ചേഞ്ചിങ് റോൾ ഓഫ് വിമൻ ഇൻ ദ കൊളോണിയൽ പീരിയഡ് ആവറേജ് മാർക്ക് 20 ആയിരുന്നു, ഒരു തവണയാണ് ചോദിച്ചത്. Then യൂണിറ്റ് 7 എക്സാമിൻ ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ബുദ്ധിസം ഇൻ സെൻട്രൽ ആൻഡ് പെനിൻസുലാർ ഇന്ത്യ 20 ആയിരുന്നു ആവറേജ് മാർക്ക്, ഒരു തവണയാണ് ചോദിച്ചത്. Then യൂണിറ്റ് 2 എക്സാമിൻ ദ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഫോർ പാലിയോളിത്തിക് സൊസൈറ്റീസ് 20 ആയിരുന്നു ആവറേജ് മാർക്ക്, ഒരു തവണയാണ് ചോദിച്ചത്. Then യൂണിറ്റ് 1 തന്നെ സോഴ്സസ് ഫോർ ഏൻഷ്യൻ സൊസൈറ്റീസ് കൺസ്ട്രക്ടിങ് ദ പാസ്റ്റ് വിത്ത് ആന്ത്രപ്പോളജിക്കൽ ഡാറ്റ 20 ആയിരുന്നു ആവറേജ് മാർക്ക്, ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഈ ടോപ്പ് ആയിട്ടുള്ള ഈ 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആകെ 15.0% ആണ് അതിന്റെ ഒരു ഷെയർ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അതർ ഏരിയാസിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 89.1% മറ്റ് ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏകദേശം 15.0% മാത്രമേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ആണ്. സോ ഇവിടെ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ, 2 പാസ് പ്രാക്ടീസ് എന്നതാണ്. സോ ഇവിടെ നമ്മൾ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് തന്നല്ലോ, അതിലെ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ എന്താക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. 2 തവണ ഒരു ടൈം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എസ്സേ ആണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ ഒരു 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ അതിന്റെ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക. Then 12 to 15 മിനിറ്റ്സിന്റെ എസ്സേ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഷോർട്ട് നോട്ട് ആക്കി എഴുതാണെന്നുണ്ടെങ്കിൽ ഒരു 8 to 9 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഷോർട്ട് നോട്ടും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എവിഡൻസ് ഗ്രിഡ് എന്നുള്ളതാണ്. സോ ഇവിടെ ഓരോ തീമിൽ നിന്നും നമ്മളിപ്പം ഒരു ആർഗ്യുമെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എവിഡൻസ് വേണമല്ലോ. സോ ഓരോ തീമിൽ നിന്നും ഒരു 3 അല്ലെങ്കിൽ 4 എവിഡൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ആവാം, ഇൻസ്ക്രിപ്ഷൻസ് ആവാം, ആർക്കിയോളജി ആവാം, അല്ലെങ്കിൽ 1 ഹിസ്റ്റോറിയോഗ്രഫി ലൈൻ, ഏതെങ്കിലും ചരിത്രകാരന്റെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാവാം. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. Then next one, comparative framings ആണ്. കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എക്സാമ്പിൾ ഹാരപ്പൻ വേഴ്സസ് ഏർലി ഹിസ്റ്റോറിക് അർബാനിസം, then ടെമ്പിൾ ആസ് എക്കോണമി വേഴ്സസ് ഐഡിയോളജി, ഇങ്ങനെ 2 കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ്. അപ്പം ഈ തവണ നമ്മൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിന്റെ തന്നെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ ഇവിടെ യൂണിറ്റ് 3 ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് അതർ കാൽക്കോളിത്തിക് കൾച്ചറിലെ
സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. അതിന്റെ പ്രോബബിലിറ്റി 87.5% ആണ്. യൂണിറ്റ് 5-ലെ അയോണേജ് കൾച്ചേഴ്സിലെ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളതും 87.5% ആണ് പ്രോബബിലിറ്റി. ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 5-ലെ തന്നെ സോഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കും 87.5% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 7-ലെ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിന് 50% ആണ് പ്രോബബിലിറ്റി. മീഡിയം കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് 1-ലെ സോഴ്സസ് എന്ന് പറയുന്ന ടോപ്പിക്കിനും 37.5% ആണ് പ്രോബബിലിറ്റി. ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ആണ്. യൂണിറ്റ് 7-ലെ തന്നെ സ്പ്രെഡ് ഓഫ് ബുദ്ധിസം എന്നുള്ള ടോപ്പിക് ലോ റെലവെന്റ് ആണ്. 37.5% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 10-ലെ സോഴ്സസ് എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്. 37.5% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 1-ലെ ലിറ്ററേച്ചർ എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്. 25% ആയിരുന്നു പ്രോബബിലിറ്റി. യൂണിറ്റ് 3-ലെ അർബാനിസം എന്നുള്ള ടോപ്പിക് ലോ റെലവെന്റ് ആണ്. 25% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 10-ലെ സംഘം ലിറ്ററേച്ചർ എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 25% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 10-ലെ ടിനായ് കോൺസെപ്റ്റ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 25% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 13-ലെ ഇന്ത്യൻ ഫ്യൂഡലിസം എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്. 25% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 13-ലെ ദ ഫ്യൂഡലിസം ഡിബേറ്റ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 25% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 17-ലെ റൂറൽ എലൈറ്റ്സ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 12.5% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 17-ലെ പെസൻസ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 12.5% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 17-ലെ സോഷ്യൽ മൊബിലിറ്റി എന്നുള്ള ടോപ്പിക്കും ലോ റെലവെന്റ് ആണ്. 12.5% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 20-ലെ പ്രൊഫഷണൽ ക്ലാസ്സസ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 12.5% ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 21-ലെ പാലേക്കാരാർസ് എന്ന് പറയുന്ന ടോപ്പിക് ലോ റെലവെന്റ് ആണ്. 12.5 ആണ് പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 24-ലെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ലോ റെലവെന്റ് ആണ്. 12.5 ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 27-ലെ ന്യൂ ഇൻഡസ്ട്രിയൽ ലേബർ ക്ലാസ് എന്നുള്ളത് ലോ റെലവെന്റ് ആണ്. 12.5 ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഹൈ കാറ്റഗറി, മീഡിയം കാറ്റഗറി, അതുപോലെ തന്നെ ലോ കാറ്റഗറി എന്ന് പറയുന്നുണ്ടല്ലോ. സോ അതിൽ ഹൈ കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു പ്രോബബിലിറ്റി 70 അല്ലെങ്കിൽ 70% കൂടുതലായിരിക്കണം. മീഡിയം എന്ന് പറയുമ്പോൾ ഒരു 40 to 69% വരുന്നതാണ് മീഡിയം കാറ്റഗറി. ദെൻ ബിലോ 40% വരുന്നതാണ് ലോ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടോപ്പിക്സ് ഒക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര പ്രോബബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത്? അത് എക്സാമിന് എത്ര തവണ അപ്പയർ ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ഹൈ കാറ്റഗറിയിൽ പറഞ്ഞിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ അത് 8 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ 7 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റിയിട്ടുണ്ട്. ദെൻ നമ്മൾ സോഷ്യൽ സ്ട്രക്ചർ തന്നെ 87.5%-നെയാണ് അതിന്റെയും പ്രോബബിലിറ്റി. ദെൻ സോഷ്യൽ സ്ട്രക്ചർ ഹൈ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ടോപ്പിക് തന്നെയാണ്. അതും 8-ൽ 7 തവണയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് അത് 8 പേപ്പർ എടുത്ത് നോക്കിയാൽ 4 പേപ്പറിലും കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു 50% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പെനിൻസുലാർ ഇന്ത്യയെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, അതായത് ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് അതിനെ ഏത് രീതിയിൽ പഠിക്കണം. ഇപ്പൊ ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സിൽ നിങ്ങൾ 2 മോഡൽ എസ്സേ നിങ്ങൾ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ എഴുതി വെക്കുക. അതിൽ ഔട്ട്ലൈൻ ഉണ്ടാവണം. പിന്നെ നിങ്ങളൊരു മെയിൻ ബോഡി അതിൽ എഴുതണം. ദെൻ ഫൈനലി അതിനെ സെൽഫ് ആയിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ബിൽഡ് എവിഡൻസ് ബാങ്ക്സ് 4 to 5 കോൺക്രീറ്റ് ഡാറ്റ പോയിന്റ്സ്. അപ്പം നിങ്ങൾ പറയുന്ന ഓരോ ആർഗ്യുമെന്റ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസും നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അതിൽ ടെക്സ്റ്റ് ആവാം, ഇൻസ്ക്രിപ്ഷൻസ് ആവാം, ആർക്കിയോളജി ആവാം, അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രഫി ആംഗിളിലുള്ള 1 ലൈൻ ഹിസ്റ്റോറിയോഗ്രഫി ആംഗിൾ ആവാം, അതായത് ഏതെങ്കിലും ചരിത്രകാരന്മാരുടെ വ്യൂസ് ഒക്കെ ആവാം. ഇനി മീഡിയം കാറ്റഗറിയിലുള്ള ടോപ്പിക്സിൽ നിങ്ങൾ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കി വെക്കുക. അതിൽ ഡെഫിനിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക, ടൈം ലൈൻസ് ഇൻക്ലൂഡ് ചെയ്യുക, പ്രധാനപ്പെട്ട തിങ്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ടൊരു 3 മിനിറ്റിൽ ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, പ്രാക്ടീസ് 1 ഫുൾ എസ്സേ പ്ലസ് 1 കമ്പയർ ഓർ കോൺട്രാസ്റ്റ് വേരിയന്റ്. അപ്പം നിങ്ങൾ ആദ്യം ഒരു ഫുൾ എസ്സേ എഴുതുക. ദെൻ അതിനുശേഷം കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ലോ കാറ്റഗറിയിൽ വരുമ്പോൾ
പ്രിപ്പയർ ഷോർട്ട് നോട്ട് കിറ്റ്സ്. ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. അതിൽ ഡെഫിനിഷന് വേണം, 2 അല്ലെങ്കിൽ 3 ഫീച്ചേഴ്സ്, സിഗ്നിഫിക്കൻസ്. ഒരു 8 to 9 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഷോർട്ട് നോട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ദെൻ സ്കിം ക്രോസ് ഓവർ ഹുക്സ്. എക്സാമ്പിൾ, പരസ്പരം ലിങ്ക് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അതായത് ഇപ്പം ടെമ്പിൾസ് എന്ന് പറയുന്നത് ഒരു ധാർമ്മിക കേന്ദ്രമായിട്ടും അതേപോലെ തന്നെ ഒരു സാമ്പത്തിക കേന്ദ്രമായിട്ടും അതെങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് നിങ്ങൾ വിശദീകരിക്കുക. അപ്പം അങ്ങനെ എന്താക്കാം, കണക്ട് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. മാസ്റ്റർ ഓഫ് ആർട്സ് ഹിസ്റ്ററി ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025, MHI 106, എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസ്. ടൈം 3 മണിക്കൂറാണ്. മാക്സിമം മാർക്ക് 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത് attempt any 5 questions in about 500 words each. Attempt at least 2 questions from each section. All questions carry equal marks. Section 1 വരുന്ന question, first one, critically appraise how textual, epigraphic and archaeological corpora can be triangulated to reconstruct social hierarchies and everyday life in early India. Illustrate your method with 2 worked examples. And second one, using settlement hierarchies, craft standardization and funerary data, analyze the social organization of the Harappan world. What limits do this data sets impose on social inference? Third one, iron catalyzed structural change rather than merely technological change. Examine this proposition with reference to Iron Age cultures in North and Peninsular India. Fourth one, explain how guild and other corporate groups shaped status, mobility and urban-rural linkages between 600 BC to 600 CE. Fifth one, map the expansion of monastic landscapes in Central and Peninsular India and evaluate their impact on kinship, labor and exchange networks between 3rd BC to 3rd CE. Then section 2 ഒരു question, using inscriptional, genealogical and bardic materials, evaluate competing models of Rajput formation and discuss their implication for land control and social ranking in Western India. Then next one, assess the composition and functions of rural elites in medieval North India. How did elites mediate extraction, justice and community institutions? The next one, counting and classification, remade society. Discuss caste under colonialism with reference to enumeration, law, custom, debates, and political representation. The next one, examine the women's question in the 19th century. Education, legal reform, and associational politics. How did these initiatives reshape domesticity and public participation? And final, analyze how colonial forest policy reconfigured livelihoods, customary rights, and social structures in Northeast, noting regional variations and tribal responses. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ലോങ് എസ്സേ ക്വസ്റ്റ്യൻ മാത്രമാണുള്ളത്. ഷോർട്ട് നോട്ട്സ് ഈ ഒരു പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. എക്സാമിന് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഈ ക്വസ്റ്റ്യൻസിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ എല്ലാവരും എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതുക. നല്ല രീതിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ മസ്റ്റ് ആയിട്ടും കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.